Yes, good afternoon to all. Yesterday we could not complete the lessons and a small thing is remaining there. So the video is not completed. And see, in the last class we are discussing with the wood or secondary xylem. And in the secondary xylem, two parts are there. The activity of the cambium change with season. We discussed that the secondary xylem or wood produced during the favorable season is called as spring wood or early wood, and the xylem produced during the unfavorable season is called as late wood or autumn wood. And then we are discussing with the topic called sapwood and heartwood. The secondary xylem show two types of characters called as heartwood and sapwood. And we have seen that by the activity of cambium, this is the cambial ring. Cambial ring divides and forms tissues towards the inner side and outer side. The tissues which are formed towards inner side differentiate into secondary xylem. This secondary xylem is called as wood. We are using for making furniture. Xylem is formed towards outer side. So this is totally secondary xylem, and that secondary xylem is called as wood. And this secondary xylem show properties, again two types of properties. See, the secondary xylem is formed towards the inner side. So this is the complete secondary xylem formed towards the inner side during the process of secondary thickening. So this is the secondary xylem, or we call it as wood. And this secondary xylem show two types of colors. You have seen that. If you are cutting a tree like that, ഒരു മരം ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ആ മുറിച്ച ഭാഗത്ത് നല്ല ഡാർക്ക് കളറിലുള്ള ഒരു പാർട്ട് കാണാം. അതിന് പുറത്ത് ലൈറ്റ് കളറായ വേറൊരു പാർട്ട് കാണാം. ദിസ് ഡാർക്ക് കളേർഡ് പാർട്ട് ഈസ് കോൾഡ് heartwood, and this outer light colored part is called as sapwood. See, ഒരു ട്രീ കട്ട് ചെയ്താൽ സെക്കൻഡറി സൈലമാണ് കൂടുതൽ കാണുന്നത്. ഈ സെക്കൻഡറി സൈലം ഉള്ളിലേക്ക് ഉണ്ടാവുമ്പോൾ ഈ കാമ്പിയൽ റിംഗ് പുറത്തേക്ക് പോകും. ഈ കാമ്പിയൽ റിംഗ് ഇവിടെ സെക്കൻഡറി സൈലം വന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാമ്പിയം അല്ല പുറത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. കാമ്പിയം when move towards outer side, കാമ്പിയം പുറത്തേക്ക് പോകുമ്പോൾ ഈ തിക്നെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ പോകും. അപ്പൊ ഈ കാണുന്ന സെക്കൻഡറി സൈലം ഇങ്ങനെ ഉള്ളിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവസാനം സെക്കൻഡറി സൈലം സെന്ററിൽ വന്ന് ടച്ച് ആവുമ്പോ പിന്നെ സൈലം പുറത്തേക്ക് കാമ്പിയം പുറത്തേക്ക് മൂവ് ചെയ്യും. സി, അപ്പോൾ നമ്മൾ നോക്കുമ്പോ ഈ സെക്കൻഡറി സൈലം സെൻട്രൽ പാർട്ടിൽ കാണുന്ന സെക്കൻഡറി സൈലമാണ് ആദ്യം ഉണ്ടായത്. The first formed secondary xylem occupies the middle region of the stem. അപ്പൊ ഇതാണ് സെൻട്രൽ ഉണ്ടായ ഫസ്റ്റ് ഫോംഡ് സെക്കൻഡറി സൈലം. ഇതാണ് ആദ്യം ഉണ്ടായ സെക്കൻഡറി സൈലം. ഈ സെക്കൻഡറി സൈലം become filled with various chemicals called as extractive എന്ന് പറയും. ഈ സെക്കൻഡറി സൈലം സെൻട്രൽ പാർട്ടിലെ സെക്കൻഡറി സൈലത്തിൽ ഒരുപാട് കെമിക്കൽസ് പറയും. ആ കെമിക്കൽസിന് ടോട്ടലായിട്ട് എക്സ്ട്രാക്റ്റീവ് എന്ന് പറയും. അതില് ഓയിൽ ഉണ്ടാവാം, ഗം ഉണ്ടാവാം, റെസിൻ ഉണ്ടാവാം, ടാനിൻ ഉണ്ടാവാം, ഇങ്ങനെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് വന്നിട്ട് ആ സെൻട്രൽ പാർട്ടിൽ നിറയും. സെൻട്രൽ പാർട്ടിലെ സൈലത്തില് സൈലം വെസലില് സൈലം വെസൽസ് ആണ്. ആ സൈലം വെസൽസിൽ മുഴുവൻ ഈ കെമിക്കൽസ് നിറയും. ആ കെമിക്കൽസ് നിറയുമ്പോ ഈ പാർട്ടിന്റെ കളർ ഡാർക്ക് കളറായി തോന്നും. ഈ ഡാർക്ക് കളറുള്ള പാർട്ടാണ് heartwood എന്ന് പറയുന്നത്. ഇത് ഉറപ്പുള്ള പാർട്ടാണ്, ഡ്യൂറബിൾ ആണ്. നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിച്ച് ഫർണിച്ചർ ഉണ്ടാക്കിയാൽ നമുക്ക് ഒരുപാട് കാലം ഡ്യൂറബിൾ ആണ്. So this dark colored central part of the stem, central part of the xylem, this part is called heartwood. And why this become color? എന്തുകൊണ്ടാണ് കളർ ഉണ്ടാവുന്നത്? ഈ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. നമ്മൾ സാൻഡൽവുഡിന്റെ ഓയിൽ ഒക്കെ എടുക്കുന്ന ഈ പാർട്ടിൽ നിന്നാണ്. ഈ പാർട്ടില് ഒരുപാട് കെമിക്കൽസ് പോയി നിറഞ്ഞിട്ട് സൈലം ബ്ലോക്ക് ആവും. സൈലത്തിൽ കൂടെ വാട്ടർ പാസ് ആവേണ്ടതാണ്, അത് ബ്ലോക്ക് ആവും. കെമിക്കൽസ് പോയി നിറയും. കെമിക്കൽസ് നിറയുമ്പോൾ ഡാർക്ക് കളറാവും, അത് ഡെഡ് ആവും. സൈലം ഡെഡ് ആവും. ഡെഡ് എന്ന് പറഞ്ഞാല് നോൺ ഫങ്ഷണൽ, അതിന് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റൂല.
അങ്ങനെ ആ ഡാർക്ക് കളറുള്ള നോൺ ഫങ്ഷണലായ ഡെഡായ ഡ്യൂറബിൾ ആയ ഡാർക്ക് കളേർഡ് സൈലത്തിനാണ്, ഡാർക്ക് കളേർഡ് വുഡിനാണ്, സൈലത്തിനാണ് നമ്മൾ ഹാർട്ട് വുഡ് എന്ന് പറയുന്നത്. ഉറപ്പുള്ളത് കൊണ്ടാണ് ഹാർട്ട് വുഡ് എന്ന് പറയുന്നത്. ഇനി ഇത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇത് ഓരോ വർഷം കഴിയുന്നോറും ഇത് ഡാർക്ക് ആയിക്കൊണ്ടേയിരിക്കും. റൂട്ടിനുണ്ടാവും, സ്റ്റെമ്പിനുണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്നത് ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാർട്ട് ഇതാണ്. ഇതിൽ കെമിക്കൽസ് നിറഞ്ഞതുകൊണ്ട്, ഓയിൽ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റീവ്സ് നിറഞ്ഞുകൊണ്ട് ഈ പാർട്ട് ഹാർഡാണ്. ഇതിന് മൈക്രോ ഓർഗാനിസംസ്, ഇൻസെക്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. ഇത് ഡ്യൂറബിൾ ആണ്. ഇതുകൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കിയാൽ കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഔട്ടർ കളേർഡ് പാർട്ട്, പുറത്തുള്ള വൈറ്റ് ആയ, സോഫ്റ്റ് ആയ, നോൺ ഡ്യൂറബിൾ ആയ, ഇതുകൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കിയാൽ അധികകാലം യൂസ് ചെയ്യാൻ പറ്റൂല, കാരണം ഇതിനകത്ത് കെമിക്കൽസ് ഇല്ല. ദിസ് പെരിഫറൽ പാർട്ട്, ഔട്ടർ പാർട്ട്, വൈറ്റ് പാർട്ട് ഈസ് കോൾഡ് ആസ്, ഇത് സാപ്പ് വുഡ് ആണ്. ഇതാണ് സാപ്പ് വുഡ്, ഇതാണ് ഹാർട്ട് വുഡ്. നിങ്ങൾ ഏത് മരം മുറിച്ചു നോക്കിയാലും നല്ല ജാക്ക് ഫ്രൂട്ട് ട്രീയോ അല്ലെങ്കിൽ ടീക്ക് വുഡോ റോസ് വുഡോ ഒക്കെ മുറിച്ചു കഴിഞ്ഞാൽ ആ മുറിച്ച ഭാഗത്ത് നോക്കിയാൽ ഇങ്ങനെ ഡാർക്ക് കളേർഡ് പാർട്ട് കാണാം. ആ ഡാർക്ക് കളറുള്ള പാർട്ടാണ്. ആ ഡാർക്ക് കളർ പാർട്ട് തന്നെ നമുക്ക് നിങ്ങളെ പറഞ്ഞ ഏർലി വുഡും ലേറ്റ് വുഡും കാണും. അത് രണ്ട് കളറായി കാണും. അപ്പൊ ഈ പറയുന്ന ഇത് വെള്ള, നമ്മളെ വെള്ള എന്ന് പറയും വെളുത്ത ഭാഗമാണ്. ദിസ് സോഫ്റ്റ് ആയ പാർട്ടിന്, ഈ സോഫ്റ്റ് ആയ പാർട്ടിന് നമ്മള് ക്യാമ്പത്തിന്റെ ഉള്ളിലാണ്, ക്യാമ്പത്തിന് പുറത്തല്ല. ഈ സോഫ്റ്റ് ആയ പാർട്ടിന് സോഫ്റ്റ് ആയ സെക്കൻഡറി സൈലാണ് സാപ്പ് വുഡ്, ഹാർഡ് ആയ സെക്കൻഡറി സൈലമാണ് ഹാർട്ട് വുഡ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് കളേഴ്സ് കാണാം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു അനാറ്റമി സ്റ്റുഡന്റ് എന്ന നിലയിൽ യു ഹാവ് ടു ഐഡന്റിഫൈ ദ വുഡിന്റെ ക്യാരക്ടർ, സെക്കൻഡറി സൈലത്തിന്റെ ക്യാരക്ടർ. അപ്പൊ നമുക്ക് ഏത് പാർട്ടാണ് ഫർണിച്ചറിന് യൂസ് ചെയ്യാന്നുള്ളത്, ഈ പാർട്ടാണ് ഫർണിച്ചറിലാക്കുമ്പോ യൂസ് ചെയ്യാന്നുള്ളത്. അത് നല്ല ഹാർഡാണ്, അത് ഡ്യൂറബിൾ ആണ്, കുറെ കാലം നിലനിൽക്കുന്ന ഒരു വുഡാണ് ഈ പറയുന്നത്. സോ ഇതിൽ രണ്ട് പാർട്ട് കാണാം. സെൻട്രൽ കാണുന്ന ഹാർഡായ പാർട്ടിന് ഹാർട്ട് വുഡ് എന്ന് പറയും, സോഫ്റ്റ് ആയ പാർട്ടിന് സാപ്പ് വുഡ് എന്ന് പറയും. സോ ദിസ് ഇസ് ദ അനാറ്റമിക്കൽ ക്യാരക്ടർ ഓഫ് സെക്കൻഡറി സൈലന്റ്. ഞാൻ 4 ടേം യൂസ് ചെയ്തു. ഇന്നലെ ഏർലി വുഡ്, ലേറ്റ് വുഡ് എന്ന് പറഞ്ഞു. ഇന്ന് ഹാർട്ട് വുഡും സാപ്പ് വുഡും കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു വാക്കുണ്ട് ടെക്സ്റ്റില്, ബാർക്ക് എന്ന ടെക്സ്റ്റ് ഒരു വാക്കുണ്ട്. ബാർക്ക് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ടിഷ്യൂസ് പ്രസന്റ് ഔട്ടർ ടു കാമ്പിയൽ റിംഗ്. കാമ്പിയൽ റിംഗിന് പുറത്തുള്ള, കാമ്പിയൽ റിംഗ്, ആ കാമ്പിയൽ റിംഗിന് പുറത്തുള്ള മൊത്തം പാർട്ടിനാണ് ബാർക്ക് എന്ന് പറയുന്നത്. The total tissues outer to cambium. എന്താ ഔട്ടർ ടു കാമ്പിയം? കാമ്പിയത്തിന്റെ പുറത്ത് സെക്കൻഡറി സൈലം ഉണ്ടാവും, ചിലപ്പോ എൻഡോഡെർമിസ് ഉണ്ടാവും, പെരിസൈക്കിൾ ഉണ്ടാവും, ഫെല്ലം ഫെല്ലോജനിക് ഉണ്ടാവും. ആ പാർട്ടിന് ഔട്ടർ പാർട്ട് ഓഫ് ദ സ്റ്റം, വലിയ വലിയ മരത്തിന്റെ ഔട്ടർ പാർട്ട് ഉണ്ട്, വലിയ ഔട്ടർ പാർട്ടാണ്. ആ ഔട്ടർ പാർട്ടാണ് ബാർക്ക് എന്ന് പറയുന്നത്. ടിഷ്യൂസ് പ്രസന്റ് ഔട്ടർ ടു കാമ്പിയം ഈസ് കോൾഡ് ബാർക്ക്. അതന്നെ സോഫ്റ്റ് ബാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഏർലി ബാർക്ക് ഉണ്ട്, ലേറ്റ് ബാർക്ക് ഉണ്ട് എന്നല്ല പറഞ്ഞു. ഏർലി എന്ന് പറഞ്ഞാല് ഫേവറബിൾ സീസൺ ഉണ്ടാവുന്നതിന് ഏർലി എന്ന് പറയും, അൺഫേവറബിൾ ഉണ്ടാവുന്നതിന് ലേറ്റ് ബാർക്ക് എന്ന് പറയും. അങ്ങനെ ഏർലി ലേറ്റ് എന്നുള്ള വേർഡ് കൂടെ ബാർക്കിന് കൂടെ ബാധകമാണ്. ഏർലി വുഡ്, ലേറ്റ് വുഡ് എന്ന് പറയുന്ന പോലെ. Then that is a thing related to wood secondary xylem. ഇനി വേറെ ചെറിയ ടോപ്പിക് റിമെയിൻസ് there. The outer part, നമ്മുടെ ഉള്ളിൽ ടിഷ്യൂസിന്റെ കണ്ടന്റ് കൂടുമ്പോൾ, സെക്കൻഡറി സൈഡിന്റെ തിക്നെസ് കൂടുമ്പോൾ എപ്പിഡെർമിസ് ബ്രേക്ക് ആവുമെന്ന് പറഞ്ഞു. അവിടെ പുതിയ പെരിഡം ഉണ്ടാവുന്നു. ചില സ്ഥലങ്ങളിൽ ഈ പെരിഡം ബ്രേക്ക് ആവും, ചെറിയ ഓപ്പണിങ്സ് കാണും. ആ ഓപ്പണിങ്സ് പ്രസന്റ് ഓൺ ദ സ്റ്റെം ആർ കോൾഡ് ലെൻഡിസെൽ. സ്റ്റെമ്മിന്റെ മേലെയുള്ള ഓപ്പണിങ്സിനെ ലെൻഡിസെൽ എന്ന് പറയും. സെൽ ഒരു LCEL, ഒറ്റ എൽ മാത്രമേ ഉള്ളൂ, ലെൻഡിസെൽ. ഓപ്പണിങ്സ് പ്രസന്റ് ഓൺ ദ സ്റ്റെം. ടെക്സ്റ്റ് ഡയഗ്രം ഉണ്ട്, ലാസ്റ്റ് ഡയഗ്രം, ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഡയഗ്രം. ഓപ്പണിങ്സ് പ്രസന്റ് ഓൺ ദ സ്റ്റെം ആർ കോൾഡ് ലെൻഡിസെൽ. ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലെൻഡിസെൽ? ലെൻഡിസെൽ ടെക്സ്റ്റിൽ അനാറ്റമിക്കലായിട്ട് എൻലാർജ് ചെയ്തിട്ടുണ്ടാവും. ടെക്സ്റ്റിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഒരു എപ്പിഡെർമിസ് വരച്ചിട്ട് എപ്പിഡെർമിസ് ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ ഒരു പാർട്ടായി വരച്ചിട്ടുണ്ടാവും ലെൻഡിസെൽ. ഇങ്ങനെ എപ്പിഡെർമിസ് ബ്രേക്ക് ആയിട്ട് ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഓപ്പണിംഗ് ആണ് നമ്മൾ ലെൻഡിസെൽ എന്ന് പറയുന്നത്. ഡയഗ്രം ഉണ്ടാവും. ആൻഡ് ദിസ് ലെൻഡിസെൽ ഈസ് സ്പെൻഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് ഇതിന്റെ ഫംഗ്ഷൻ. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആൻഡ് ട്രാൻസ്പിറേഷൻ രണ്ട് ഫംഗ്ഷൻ ആണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇതിന്റെ അടിയിൽ ലൂസായ കോർട്ടക്സിലെ സെൽസ് ഉണ്ടാവും. ഇങ്ങനെ സെൽസ് ഒക്കെ വരച്ചിട്ടുണ്ടാവും. ഇതിൽ കൂടിയിട്ടാണ് നമ്മളെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, റെസ്പിറേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ നടക്കുന്നത് ഈ ഓപ്പണിംഗിൽ കൂടിയിട്ടാണ്. അപ്പൊ റിമെമ്പർ ദാറ്റ് ട്രാൻസ്പിറേഷൻ നടക്കുന്നത് സ്റ്റൊമാറ്റയിലാവാം. ഓപ്പണിംഗ്സ് പ്രസന്റ് ഇൻ ദ ലീഫ് ആർ കോൾഡ് സ്റ്റൊമാറ്റ. ഓപ്പണിംഗ്സ് പ്രസന്റ് ഇൻ ദ സ്റ്റെം ആർ കോൾഡ് ലെൻഡിസെൽ. ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്. That which is about the chapter anatomy, and this is more important and more tough for practicals.
We can discuss some of the question answers. ആ ചാപ്റ്ററിലെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഹാവ് ടു കംപ്ലീറ്റ് ദ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇത് പേജ് നമ്പർ 99 ആണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 99 ആണ് ക്വസ്റ്റ്യൻസ് ആയുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1 അത് അസൈൻമെന്റ് ആയിട്ട് എഴുതുക. ഇന്നത്തെ ഡേറ്റ് എഴുതുക. ഇന്നത്തെ ഡേറ്റ് അസൈൻമെന്റ് എഴുതുക. ഒരു 12 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. I will discuss one by one. State the location and the function of different types of meristems. Location and function of different types of meristems. എന്തൊക്കെയാണ് മെരിസ്റ്റംസിന്റെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. ലൊക്കേഷൻ പ്ലേസിനെ ബേസ് ചെയ്തിട്ടാണ്. എപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇന്റർകാലറി മെരിസ്റ്റം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് എപ്പിക്കൽ മെരിസ്റ്റം, അതിന്റെ ഫംഗ്ഷൻ, ഇന്റർകാലറി മെരിസ്റ്റം ഫംഗ്ഷൻ, ലാറ്ററൽ മെരിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. സെക്കൻഡ് വൺ, cork cambium form tissues that form cork. Do you agree with this statement? Cork cambium എന്നാണ് കോർക്ക് ഉണ്ടാവുന്നത്. ശരിയാണോ നോക്കി. അത് റൈറ്റ് ആണ്. Cork cambium divides and forms cells towards inner side and outer side. Cells which are formed towards inner side differentiate into phelloderm and outer tissues differentiate into phellem or cork. I am agreeing with this statement. Third one, explain the process of secondary thickening in angiosperms with the diagram. What is the significance? അപ്പോൾ secondary thickening explain ചെയ്യുക. Third question explain ചെയ്യുക. ഡയഗ്രാം വരക്കണം. What is the significance? എന്താ ഇമ്പോർട്ടൻസ്? എന്താ? പ്ലാന്റിന്റെ ലെങ്ത് കൂടുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് പ്ലാന്റിന്റെ തിക്നെസ് കൂടണം. So എന്താ significance? It helps to increase the thickness of the plant body so that it can support the branches and leaves very clearly. Then fourth one, draw illustrations to bring out the anatomical difference between monocot root and dicot root, monocot stem and dicot stem. നിങ്ങളോട് പറഞ്ഞത് ഡ്രോ ഇല്ലുസ്ട്രേഷൻ, ഡയഗ്രാം വരക്കാനാണ് പറഞ്ഞത്. ഡയഗ്രാം വരച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് വേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ആൻസർ മോണോകോട്ട് സ്റ്റം, ഡൈക്കോട്ട് സ്റ്റമ്മിന്റെ ഡിഫറൻസ് കോളം വരച്ച് എഴുതുക. മോണോകോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ടിന്റെ ഡിഫറൻസ് എഴുതിയാൽ മതി. ഡയഗ്രാം വരക്കണ്ട. 2 കോളം വരച്ചിട്ട് മോണോകോട്ട് സ്റ്റം, ഡൈക്കോട്ട് സ്റ്റം ഡിഫറൻസ് 1, 2, 3, 4 അറിയുന്ന ഡിഫറൻസ് എഴുതിയാൽ മതി. അതേപോലെ മോണോകോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ട് തമ്മിലുള്ള ഡിഫറൻസും എഴുതിയാൽ മതി, വരക്കണ്ട. Question number 5, cut a TSF section young stem of plant from a school garden and observe it under microscope. How would you assert whether it is a monocot stem or dicot stem? Give reason. ഇത് ക്വസ്റ്റ്യൻ മോണോകോട്ട് സ്റ്റം, ഡൈക്കോട്ട് സ്റ്റം ഡിഫറൻസ് ആണ്. ആ ക്വസ്റ്റ്യൻ നമ്പർ 5th റിപ്പീറ്റേഷൻ ആണ്. അത് എഴുതണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 5 എഴുതണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 4 തന്നെയാണ് അതിന്റെ ഉത്തരം. 6th one, the transverse section of a plant material show the following anatomical features. Characters തന്നിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്യണം. Vascular bundles are conjoined, scattered, surrounded by a sclerenchymatous bundle sheath. ഏതാ? സ്കാറ്റേർഡ് ആയി കഴിഞ്ഞാൽ മോണോകോട്ട് സ്റ്റെം ആണ്. ഫ്ലോയം പാരങ്കൈമ ആബ്സെന്റ്, അത് മോണോകോട്ട് ആയിരിക്കാം. ഫ്ലോയം പാരങ്കൈമ നോക്കുക ടെക്സ്റ്റില്. ഫ്ലോയം പാരങ്കൈമ ആബ്സെന്റ് ആണ്. വാട്ട് യു വിൽ ഐഡന്റിഫൈ ദിസ്? ഓക്കെ. Then comes the 7th one. Why are xylem and phloem are called complex tissues? Because it contain more than one type of cell. Xylem 4 type cell ഉണ്ട്, phloem 4 type cell ഉണ്ട്. So it is called a complex tissue. Then what is stomatal apparatus? Explain structure of stomata with a label diagram. Stomatal diagram വരക്കാം. എന്താ stomatal apparatus എന്ന് പറഞ്ഞാല്? Stomatal apparatus means ഇതാണ്. See, ഇതാണ് ഡൈക്കോട്ടിന്റെ സി, ഇതാണ് stomatal apparatus. Question number 8. See this opening called stoma. This called guard cell. This called subsidiary cell. ഇതിനുള്ള ഒരു ചേംബർ ഉണ്ട്, സബ്സ്റ്റോമാറ്റിക് ചേംബർ എന്ന് പറയും, ഒരു ഹോളിന്റെ അടിയിൽ. സോ ഇതൊക്കെ കൂടിയിട്ടാണ് ഇതിന്റെ ടോട്ടൽ ആണെന്ന് പറയുന്നത്. ഈ ഓപ്പണിങ്, ഗാർഡ് സെല്ല്, സബ്സിഡിയറി സെൽ ആർ ടുഗദർ കോൾഡ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. അതിനെല്ലാം കൂടി പറയുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. അത് ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. Then ninth one, name the 3 basic tissue systems in flowering plants. Give the tissues name under each systems. And the basic tissue systems: epidermis, 1 layer of cell. Then cortex or ground tissue, parenchyma, collenchyma and sclerenchyma may be present. Then vascular tissue, xylem and phloem. അത്രയും കാര്യങ്ങൾ എഴുതണം. 10th one, ഓരോ ടിഷ്യൂ ഏതാണ്, എപ്പിഡെർമിസ് ടിഷ്യൂ ഏതാണ്, ഗ്രൗണ്ട് ടിഷ്യൂ ഏതാണ്, വാസ്കുലാർ ടിഷ്യൂ ഏതാണെന്ന് എഴുതണം.
അത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എഴുതിയാൽ മാത്രം മതി. നെയിം എന്നാ പറഞ്ഞത്. 10th one, how do you study the plant anatomy useful for us? How the study of plant anatomy useful to us? നമുക്ക് എങ്ങനെയാണ് അനാട്ടമി യൂസ് ആവുന്നത്? അനാട്ടമി എങ്ങനെ യൂസ് ആവല്? We can differentiate the dicot stem, monocot stem, dicot root, monocot root, etc. And it is very important in forensic science. In forensic science branch ഉണ്ട്. ആ forensic science anatomy important ആണ്. Then it helps to identify the wood, different types of wood. നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹാർട്ട് വുഡും സാപ്പ് വുഡൊക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇറ്റ് ഹെൽപ്പ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വുഡ്. ഇറ്റ് ഹെൽപ്പ് ഇൻ ഫോറൻസിക് സയൻസ്. ഇറ്റ് ഹെൽപ്പ് ടു ഐഡന്റിഫൈ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സ്റ്റം. അങ്ങനെ പലതും ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ വാട്ട് ഈസ് പെരിഡേം? അറിയാം, പെരിഡേം എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ടിഷ്യൂ ആണ്. അതിലെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം. How does perineum formation takes place in dicot stem? Then 12th one, describe the internal structure of dorsiventral leaf. Dorsiventral ഏതാ? dicot leaf ആണ്. ലാബിൽ ഡയഗ്രാം വരക്കണം. ഡയഗ്രാം വരച്ചിട്ട് dorsiventral leafന്റെ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോ 12 ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5 മാത്രം എഴുതണ്ട, ബാക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോ കണ്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ 11 ക്വസ്റ്റ്യന്റെയും ആൻസർ ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ട് അസൈൻമെന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് വീക്കിലോ അതിന്റെ അപ്പുറത്തെ വീക്കിലോ നിങ്ങളെ വിളിക്കാൻ ബാക്കിയുണ്ട്. സെക്കൻഡറി എക്സാം നടക്കുകയാണ്. സോ ഐ കനോട്ട് കോൾ യു നൗ. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക, അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ടുമോറോ വി ക്യാൻ സ്റ്റാർട്ട് എ ന്യൂ ചാപ്റ്റർ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു സൈറ്റോളജി. താങ്ക് യു.